ഏത് സമയത്തും ഡാം പൊട്ടിയാൽ ഒരു 32,000 വീട് പോകും, 2 ലക്ഷം പേര് മരിക്കും. ഹൈക്കോടതി മാത്രമല്ല, നമ്മൾ ആ മറൈൻ ഡ്രൈവിൽ എത്ര ഫ്ലാറ്റ് ഒരുപാട് ഫ്ലാറ്റ് പോകും. കുട്ടനാട് രക്ഷിക്കാൻ വേണ്ടി 5,500 കോടി രൂപ കേന്ദ്രം തന്നിട്ട് അത് തിരിച്ചടച്ച പൈസ. അതാണ് കേരളം. ഇത് പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിട്ട് വെള്ളക്കൊക്കെ വാരണ്ടാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും കൊച്ചി കടലിൽ പോകും. സാർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 25 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ മുറ്റത്ത് കടലായിരിക്കും. കടൽ കയറും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എറണാകുളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ മറൈൻ ഡ്രൈവ്, MG റോഡ് വരെയുള്ള സ്ഥലങ്ങളൊക്കെ കടലിനടിയിലേക്ക് പോകും. അപ്പോൾ കൊച്ചിയിലൂടെ ജീവിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അല്ലാതെ ദീർഘവീക്ഷണത്തോട് ചില പരിപാടികൾ ചെയ്തേ പറ്റുള്ളൂ. ഒന്നാ ചർച്ച ചെയ്യുന്ന വാട്ടർ ഡ്രെയിനിങ് സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. പിന്നെ വെള്ളമൊഴുക്കിന് തടയുന്ന ചില സംഭവങ്ങളുണ്ട്. അതായത് ഈ കായലിൻ്റെ 75% കപ്പാസിറ്റി മണലും ചെളിയും വീണ് അടഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നദികളിലൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 1992 ഇവിടെ ഒരു ഹൈക്കോടതിയിലൊരു കേസ് വന്നു. മണൽ വാരം നിരോധിക്കണം, ഇവിടുത്തെ പ്രകൃതിക്ക് വലിയ ദോഷമാണെന്ന് പറഞ്ഞിട്ട്. സോ ഹൈക്കോടതി അധികം ചിന്തിക്കാതെ ഒരു ഉത്തരവിട്ടു, മണൽ വാരുന്നത് പ്രകൃതിക്ക് ദോഷമാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവിടുത്തെ മണൽ കമ്പനിക്ക് മണൽ വാരുന്നവന്മാരാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. അന്ന് ഒരു ലോറി മണലിന് 4,000 രൂപയായിരുന്നു. ഇവർ ഈ മണൽ വാര നിരോധിച്ചവരോട് ഈ മണലിൻ്റെ വില 42,000 രൂപയായി. അത് മണലിൻ്റെ വില കൂട്ടാൻ വേണ്ടി മണൽ വാരലുകാർ തന്നെ ഉണ്ടാക്കിയ ഒരു കേസായിരുന്നത്. അപ്പോൾ ഈ കേസ് കാരണം അച്ചൻകോവിലാറ് മുഴുവൻ ചെളിയ മണല, പമ്പയാറ് മുഴുവൻ ചെളിയും മണലുമാണ്, ഡാമുകൾ മുഴുവൻ ചെളിയും മണലും കയറി കിടക്കുകയാണ്. അപ്പോൾ ഈ ശബരിമലയുടെ അപ്പുറത്തൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ വിതിൻ 24 hours റാന്നി വെള്ളത്തിനടിയിലാവും, കോഴഞ്ചേരി വെള്ളത്തിനടിയിലാവും. കുട്ടനാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ വയ്യ. കുട്ടനാട് മുഴുവൻ വെള്ളത്തിനടിയിലാണ്. അപ്പോൾ കുട്ടനാട്ടിലെ കായൽ 80% മണലും ചെളിയാണ്. അപ്പോൾ ഈ മണലും ചെളിയും വാരി പമ്പയാറ്, അച്ചൻകോവിലാറ്, വേമ്പനാട്ട് കായൽ, ഇങ്ങനെയുള്ള കായലുകൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്ന കായൽ ഈ എറണാകുളത്തോട് ചേർന്നുള്ള കായലാണ്. ഈ കായലിൽ ചെളിയും മണയും വാരിയാൽ ഒരു 4 മീറ്റർ കുഴിച്ചാൽ ഹൈക്കോടതി രക്ഷപ്പെടും. ഈ മണലും ചെളിയും വാരി കളഞ്ഞ വെള്ളം കിടക്കാനുള്ള സൗകര്യമാണ്. ആ ചെളി വാരിയില്ലെങ്കിൽ സംഗതി അല്ല. ഹൈക്കോടതി മാത്രമല്ല, നമ്മൾ ആ മറൈൻ ഡ്രൈവിൽ എത്ര ഫ്ലാറ്റ് ഒരുപാട് ഫ്ലാറ്റ് പോകും. അപ്പോൾ ഇത് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തിന് വർഷകാലം ഉണ്ടായാലും രക്ഷിക്കാൻ ഈ മണലും ചെളിയും വാരി ഈ നദികളും കായലുകളും ഫ്രീ ചെയ്തേ പറ്റുള്ളൂ. അല്ല, നമ്മൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, കൊച്ചിയെ കടലെടുക്കും എന്നുള്ള ആരും പറയുന്നില്ല. അപ്പോൾ 8 കോടി രൂപ മുടക്കി കോട്ടയത്ത് ഒരു വൈറ്റ് സിമെൻറ്റ് ഫാക്ടറി ഉണ്ടാക്കി. നാട്ടകത്ത് റോഡ് ഷിങ്കർ എന്ന് പറഞ്ഞൊരു ജർമ്മൻ നാട്ടകത്ത് വന്ന് തുടങ്ങിയതാണ്. അതിന് പെർ ഇയർ 52 കോടി രൂപ ലാഭം ഉണ്ടാകും. കേന്ദ്രത്തോട് ചോദിച്ചു, ഈ 8 കോടി രൂപ മുടക്കിയ ഒരു കമ്പനിയിൽ ഓരോ വർഷം 52 കോടി എങ്ങനെ ലാഭം ഉണ്ടാവും? കാരണം ഈ ഒറിജിനൽ മിനറലിന് വിലയില്ല. കായലിൽ നിന്ന് വെള്ളക്കൊക്കെ വാരുക, സിമെൻ്റ് ആക്കുക. കോട്ടയത്ത് ഒരുത്തം കൊണ്ട് കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ. ഇത് പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഹൈക്കോടതി ഉത്തരവിട്ട് വെള്ളക്കൊക്കെ വാരണ്ടാന്ന്. ഇപ്പോൾ 10 കൊല്ലമായിട്ട് ഒരു പൈസ വരുമാനമില്ലാതെ ഷ്രോഡിംഗേഴ്സ് കെട്ടിടങ്ങൾ മുഴുവൻ വേസ്റ്റ് കിടക്കുകയാണ്. ഇത് ആരെങ്കിലും ഹൈക്കോടതി പറയണ്ടേ, സാറേ ഇത് വേസ്റ്റിലാണ്, ഇത് വാരി ഒരു കുഴപ്പമില്ല, കഴിഞ്ഞ 50 കൊല്ലമായിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്, ഇത്ര കോടി രൂപ ലാഭം ഉണ്ടാകുന്നു, അവിടുത്തെ 500 തൊഴിലാളികളെ വഴിയാതരാക്കാനുള്ള പണിയാണ് ഈ കാണിക്കുന്നത്, ആരെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി പറയണ്ടേ? ഇപ്പോഴാണ് അപ്പീൽ കൊടുത്താൽ ഹൈക്കോടതി കൊണ്ടത് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ ഈ വെള്ളക്കൊക്കെ വാരാൻ പോകുന്നില്ല. ഏതാ കമ്പനിക്കാർക്ക് പോയിക്കൂടെ? അവർ ചുമ്മാ ശമ്പളം കിട്ടുകയല്ലേ, വീട്ടിൽ ശമ്പളം വാങ്ങിച്ചോളൂ, എന്തിനാ വെറുതെ ജോലി പണിയെടുക്കാതെ ശമ്പളം കിട്ടുകയല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ളവരങ്ങ് റിട്ടയർ ചെയ്യുന്നതോടുകൂടി അങ്ങ് പോയി അങ്ങ് തീരും. മനസ്സിലാവുന്നുണ്ട്. 10 കൊല്ലമായി. അപ്പോൾ ഈ കക്ക വാരുന്ന പ്രോസസ്സിൽ ഈ ചെളിയും ഇത് കുറച്ച് വാരി കളയായിരുന്നു. ഇപ്പോൾ അത് ഒന്നോടുകൂടി വേമ്പനാട് കായലിലെ ഒന്നും വാരുന്നില്ല. കായൽ 80% അങ്ങ് ഫുള്ളായി. അപ്പോൾ കുട്ടനാട് രക്ഷിക്കാൻ ഒരു രക്ഷയില്ല. ശബരിമലയിലെ അച്ചൻകോവിൽ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അച്ചൻകോവിലാറങ്ങ് ഫ്ലഡ് ചെയ്യാണ്, പമ്പയങ്ങ് ഫ്ലഡ് ചെയ്യാണ്, എത്രയോ പട്ടണങ്ങൾ നശിക്കുകയാണ്. റാന്നിയിൽ മാത്രം എനിക്ക് തോന്നുന്നു ഒരു 5 കോടി രൂപയുടെ നഷ്ടമുണ്ട്. കടകളിലെല്ലാം വെള്ളം കയറി ഓണത്തിന് വിൽക്കാൻ പറ്റുന്ന മുഴുവൻ സാധനം പോവാണ്. അപ്പോൾ ഹൈക്കോടതി രക്ഷിക്കണമെങ്കിൽ ഈ കായലും ഈ നദിയും ക്ലിയർ മാത്രമല്ല, ജനങ്ങളെ രക്ഷിക്കട്ടെ. ഹൈക്കോടതിയിൽ പിന്നെ ആൾ ജീവിക്കുന്നില്ല. ആ കേസിനെതിരെ അപ്പീൽ കൊടുത്തിട്ട് ഇത് വാരിയില്ലെങ്കിൽ ഈ നാട് നാശം ഉണ്ടാവും, ശബരിമലയുടെ നാശം ഉണ്ടാവും, കുട്ടനാട് നശിക്കും എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? 5,500 കോടി രൂപ സാങ്ഷൻ ചെയ്തു.
ഈ കുട്ടനാട് രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് IAS ഉദ്യോഗസ്ഥന് നോഡൽ ഓഫീസർ കുട്ടനാട് പാക്കേജ് 5 കൊല്ലം കഴിഞ്ഞ് 5 കോടി രൂപ ചിലവാക്കി, ശമ്പളം മാത്രം വാങ്ങിച്ച് ചിലവഴിച്ച ശേഷം 5500 രൂപ തിരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അടച്ചു. അപ്പോൾ കുട്ടനാട് രക്ഷിക്കാൻ വേണ്ടി 5500 കോടി രൂപ കേന്ദ്രം തന്നിട്ട് അത് തിരിച്ചടച്ച പൈസ. അതാണ് കേരളം. അല്ല, നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ എനിക്ക് ഉറപ്പായി, മുല്ലപ്പെരിയാർ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും കൊച്ചി കടലിൽ പോകും. മുല്ലപ്പെരിയാർ പൊട്ടത്തൊന്നുമില്ല. പൊട്ടില്ലേ? ഏയ്, അതെന്താ അങ്ങനെ പറയുന്നത്? 1986 ഞാൻ കട്ടപ്പന ASP ആയിട്ട് പോവാണ്. ഞാനങ്ങോട്ട് പോകുമ്പോൾ എന്നെ IG വിളിച്ചു, അലക്സേ ഏത് സമയത്തും ഡാം പൊട്ടും, പൊട്ടിയാൽ ഒരു 12,000 വീട് പോവും, 2 ലക്ഷം പേര് മരിക്കും, അതുകൊണ്ട് അലക്സ് ഒരു കണ്ടിജൻസി പ്ലാൻ ഉണ്ടാക്കണം. അങ്ങനെ 86 ഡാം പൊട്ടുമെന്ന് പറഞ്ഞ് ഞാനൊരു കണ്ടിജൻസി പ്ലാൻ ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ടോ? അതുണ്ടാക്കിയിട്ട് 40 വർഷം കഴിഞ്ഞു, ഡാം പൊട്ടിയിട്ടില്ല, ഡാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അതുണ്ടാക്കിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിട്ടിട്ട് ഈ നമ്മുടെ എർത്തൻ ഡാം അത് ഗ്രാവിറ്റി പ്രോസസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് സുർക്കിയും കുമ്മായും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ 1000 വർഷത്തിന് മുമ്പ് ചോളന്മാർ 42 ഡാം ഉണ്ടാക്കി, തമിഴ്നാട്ടിലും കർണാടകത്തിലായിട്ട്. ഒറ്റ ഡാം ഇതുവരെ പൊട്ടിയിട്ടില്ല, ഒറ്റ ഡാം. മഹാരാഷ്ട്രയിലെ പ്രസിദ്ധരായ വരാഹ ക്ഷേത്രം പണിഞ്ഞ പ്രസിദ്ധരായ രാഷ്ട്രകൂടന്മാരുണ്ടായിരുന്നു. അവർ ഡാം ഉണ്ടാക്കിയിട്ടുണ്ട്, 26 ഡാം. ഒറ്റ ഡാം പൊട്ടിയിട്ടില്ല. ഇപ്പോഴുണ്ടോ? എല്ലാം ഇപ്പോൾ ഞാൻ പോയി കണ്ടിട്ടുള്ള ഡാമായി പറയുന്നത്. ഒറ്റ ഡാം പൊട്ടിയിട്ടില്ല. 5000 വർഷത്തിന് മുമ്പാണ് പിരമിഡ് പണിയുന്നത്. പിരമിഡ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രോസസ്സാണ്. പക്ഷെ പിരമിഡിൽ വെള്ളം വരുന്നില്ലല്ലോ. വെള്ളം വരുന്നില്ല, പക്ഷെ ഒറ്റ പിരമിഡ് ഇടിഞ്ഞു വീണിട്ടില്ല. സുർക്കിയും ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന പിരമിഡാണ്. ഒറ്റ പിരമിഡ് വീണിട്ടില്ല. ചൈനയിൽ ആദ്യത്തെ രാജവംശം വരുന്ന അവിടെ ഈ ഹൊയാങ്ഹോ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാക്കി. ചൈന സോറോ എന്ന് ദുഃഖം. അപ്പോൾ അത് കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ അവിടെ ഒരു എഞ്ചിനീയർ പണി അറിയാവുന്ന ഒരുത്തിനെ വിളിച്ചു, ഷിയ. അവൻ എന്ത് ചെയ്യുന്ന ഡൈക്സ് ഉണ്ടാക്കി ഈ വെള്ളത്തെ കൺട്രോൾ ചെയ്തിട്ട് വലിയ കുഴപ്പത്തിൽ നിന്ന് ഒഴിവാക്കി. ആ മനുഷ്യനെ പിടിച്ച് ആദ്യത്തെ രാജാവാക്കി. ചൈനയിലെ ആദ്യത്തെ രാജവംശം ഷിയ രാജവംശം ഇത് ചെയ്ത ആളിനാണ്. 5000 കൊല്ലത്തിന് മുമ്പ് ഈജിപ്തിലെ നൈൽ നദി വലിയ പ്രശ്നമായിരുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഫറോ എന്ത് ചെയ്യുന്നറിയാമോ? ഈ നമ്മുടെ ഡാം ഉണ്ടാക്കിയ പോലെ, മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ പോലെ ചെളി ഉണ്ടാക്കി സുർക്കി മിക്സ് ചെയ്തിട്ട് ഡൈക്സ് ഉണ്ടാക്കി വെള്ളം തിരിച്ചു വിട്ടു അങ്ങോട്ട്. അപ്പോൾ ഫ്ലഡ് ഉണ്ടാക്കിയിരുന്നത് വെള്ളം കൃഷി ചെയ്യാൻ വേണ്ടി തിരിച്ചു വിട്ടു. അങ്ങനെ ഉണ്ടാക്കി വിട്ടപ്പോൾ എന്തുണ്ടായി? ദ ഗ്രേറ്റ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായി. ലോകത്തിൽ ഈ മുല്ലപ്പെരിയാർ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയ ഒരു ഡാമും പൊട്ടിയിട്ടില്ല, ഒരു കെട്ടിടവും പൊട്ടിയിട്ടില്ല, ഒന്നും വീണിട്ടില്ല. ലീക്കേജ് ഉണ്ട്, ലീക്ക് ഉണ്ടെങ്കിൽ അത് കയറിക്കൊണ്ടേയിരിക്കും, അടുത്തത് ഒന്നും നിറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എന്തിനാണ് ഈ ആളുകൾ ഇത് പൊട്ടും എന്ന് പറയുന്നത്? അതിൻ്റെ പുറകിൽ ഭയങ്കര ബിസിനസ് ഇൻട്രസ്റ്റാണ്. അതിനകത്ത് ഞാൻ ബാക്കി കയറുന്നില്ല. അല്ല, ആർക്കെങ്കിലും സാമ്പത്തിക ലാഭമുണ്ടോ? ഉണ്ട്, പല ലാഭങ്ങളാണ്. അത് പോട്ടെ, അതിനോട് കയറുന്നില്ല. അപ്പോൾ അത് തമിഴ്നാടുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ആ ഡാം ഉണ്ടാക്കിയ കാരണം തമിഴ്നാട്ടിലെ 4 ജില്ല മുഴുവൻ അഗ്രികൾച്ചർ ഉണ്ടായി. അവിടെ നിന്നുള്ള പച്ചക്കറി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ പാലക്കാട്, മലപ്പുറം മുഴുവൻ വെള്ളപ്പൊക്കമായിരുന്നു. ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കത്തെ പറ്റി എഴുത്തച്ഛൻ തൊട്ട് പി കുഞ്ഞിരാമൻ നായർ തൊട്ട് എത്രയോ അവരുടെ നോവലുകളിലും കാവ്യങ്ങളിലുമൊക്കെ ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കത്തെ പറ്റി പറയുന്നുണ്ട്. ആ ഭാരതപ്പുഴയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ശിരുവാണി എന്ന് പറയുന്ന നദിയായിരുന്നു. ശിരുവാണി അതങ്ങോട്ട് വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ മലപ്പുറവും കോഴിക്കോട് വരെ അഫക്റ്റഡ് ആണ്. CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും ഇറിഗേഷനും ഒക്കെ അവരുടെ കയ്യിലായിരുന്നു. അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. അദ്ദേഹം നേരെ തമിഴ്നാട്ടിൽ ചെന്ന് കർണാടകയുമായി എഗ്രിമെൻ്റ് ഒപ്പിട്ടു. ശിരുവാണിയിൽ ഒരു മതിൽ പണിയുക, ഡാമല്ല, ഒരു മതിൽ 60 മീറ്റർ വീതിയിൽ ഒരൊറ്റ മതിലങ്ങ് പണിഞ്ഞ് ശിരുവാണിയിൽ. ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് വരത്തില്ല. ശിരുവാണി ഡാം എന്നാണ് പറയുന്നത് അല്ലേ? ഡാം എന്ന് പേര് പറയും, ഡാമല്ല, മതിലാണ്. ശിരുവാണി ഒരു മതിൽ കെട്ടി മുഴുവൻ വെള്ളവും തമിഴ്നാട് തിരിച്ചു വിട്ടു. അന്ന് 6 ലക്ഷം പേര് മാത്രമല്ല കോയമ്പത്തൂർ, ഇന്ന് 80 ലക്ഷം പേരാണ്. 70% മലയാളികളോടൊപ്പം താമസിക്കുന്ന കോയമ്പത്തൂർ. കോയമ്പത്തൂർ ഉൾപ്പെട്ടുള്ള 4 ജില്ല മുഴുവൻ ഇറിഗേഷൻ ഉണ്ടായി. അവിടെ മുഴുവൻ അഗ്രികൾച്ചർ ഫ്ലറിഷ് ചെയ്തു. ഇന്ന് മലയാളി തിന്നുന്ന വെജിറ്റബിൾസ് വരുന്നത് മുല്ലപ്പെരിയാർ ഡാമും ശിരുവാണി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലാണ്. നമ്മൾ അങ്ങോട്ട് തിരിച്ചൊരു വെള്ളത്തിൽ നിന്നാണ് നമ്മൾക്ക് വെജിറ്റബിൾസ് കിട്ടുന്നത്.
മലപ്പുറവും പാലക്കാടും രക്ഷപ്പെട്ടു. ശിരുവാണി പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഈ പെരിയാർ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് 1786 കൊച്ചി തുറമുഖം വരെ നശിച്ചുപോയി. ഇടുക്കി ഡാം 3 ഡാം വന്നതോടുകൂടി, മുല്ലപ്പെരിയാർ വന്നതോടുകൂടി, ബ്രിട്ടീഷുകാർ പണിഞ്ഞോടുകൂടി നമ്മൾ രക്ഷപ്പെട്ടു. മറ്റേത് ഈ പെരിയാറിൻ്റെ തീരത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കം, ശങ്കരാചാര്യരുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നദി ഗതി തിരിഞ്ഞൊഴുകി വീടിന് ഒഴുകി. 8-ാം നൂറ്റാണ്ടിലല്ലേ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ രക്ഷിച്ചത് ഇടുക്കി, കുളമാവ് ഡാമുകളാണ്. തുടങ്ങി വെച്ചത് മുല്ലപ്പെരിയാറാണ്. ബാക്കി 3 ഡാം കൂടെ പൂർത്തിയാക്കി നമ്മൾ. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ സംസ്ഥാന ദ്രോഹിയാവും, നമ്മളെ തല്ലിക്കൊല്ലും. നമ്മളെന്തോ പ്രകൃതി വിരുദ്ധനെന്ന്. അതെ, നമ്മൾ തമിഴ്നാടിൻ്റെ ആൾക്കാരാവും. അതെ. അപ്പം നമുക്ക് 62 നദിയുണ്ട്. അതിലെ ഈ 30ഓളം നദികളിൽ ഡാമില്ല. നമ്മൾ ആ നദിയിൽ ഡാം ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണം. 44 നദികളല്ലേ? 44 നദി, 62 ഡാമാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 41 നദി അറബിക്കടലിലോട്ടും 3 തമിഴ്നാട്ടിലോട്ടും പോകുന്ന 44 നദി. അതിന് 62 ഡാമാണ് പ്രപ്പോസ് ചെയ്യുന്നത്. 30 ഡാമേ പണിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡാം പണിയാൻ പറ്റിയിട്ടില്ല. ദൈവം മലയാളിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഈ വെള്ളമാണ്. ആ വെള്ളം അങ്ങോട്ട് പിടിച്ചു നിർത്തി ഡാം ഉണ്ടാക്കണം. ഡാം ഉണ്ടാക്കി ഇഷ്ടം പോലെ കറണ്ട് കിട്ടും. നമുക്ക് ഒരുത്തൻ്റെയും കറണ്ട് വേണ്ട. പുറത്തുനിന്ന് രാമകുണ്ടത്തുനിന്നും കോത്തകുണ്ടത്തുനിന്നും 2000 കിലോമീറ്ററിൽ നിന്ന് നമുക്ക് കറണ്ടൊന്നും കൊണ്ടുവരണ്ട. നമുക്ക് ജീവിക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്തൊരു എഞ്ചിനീയർ, അയാൾ പോയിട്ട് ഒരു പെരിയാറിൻ്റെ തീരത്ത് അയാളൊരു കുഴൽ വെച്ചിട്ട് ഈ വെള്ളം വരുന്നു, ആ കുഴലിനകത്തോടെ കയറ്റി ഒരു ഡൈനാമിക്കകത്തോടെ കയറ്റി വെള്ളം തിരിച്ചങ്ങ് പോവാണ്. 2 രൂപ 20 പൈസയ്ക്ക് അയാൾ കറണ്ട് വയ്ക്കുന്നത്. 2 രൂപ 20 പൈസയ്ക്ക്. അത് 2.5 രൂപ ആക്കാൻ ആവശ്യപ്പെട്ടിട്ട് 8 കൊല്ലമായിട്ട് ഒരു ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ല അയാളെ. അയാൾ നദിയിലെ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. നദിയിലെ വെള്ളം നദി കൂടെ ഈ നമ്മുടെ ഇതിന് നമ്മുടെ തേക്കടിക്കടുത്ത് ഒഴുകുന്ന നദി. അയാളൊരു കുഴൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കുക, നദി ഡൈനാമിക് തിരിച്ചങ്ങ് നദി ചെയ്യുക. ഒന്നും സംഭവിക്കുന്നില്ല. കാരണം നാടിനൊരു നഷ്ടമില്ല. ഈ ഉണ്ടാക്കുന്ന കറണ്ട് 2 രൂപ 20 പൈസയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സംഭവത്തെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ആ മനുഷ്യൻ നമ്മുടെ കാര്യവട്ടത്ത് എഞ്ചിനീയറിംഗിൻ്റെ ഓപ്പോസിറ്റിലെ ഒരു ഭയങ്കര ക്ഷേത്രം പണിഞ്ഞ അയാൾ നാട്ടുകാർക്ക് ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുത്തിരിക്കുക. ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ച്. ശരി. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു മനുഷ്യൻ, അങ്ങനെ നദിക്കൊന്നും സംഭവിച്ചിട്ടില്ല. കറണ്ട് ഉണ്ടാക്കി ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് കൊടുക്കുക 2 രൂപ 20 പൈസയ്ക്ക്. നമ്മൾ 9 രൂപയ്ക്ക് കറണ്ട് വാങ്ങിക്കുക കോത്താകൊണ്ടത്തുനിന്ന്. 2 രൂപ 20 പൈസയ്ക്ക് ഇയാൾ കറണ്ട് കൊടുക്കുന്നത്. അയാളെ സംബന്ധിച്ച് ഇയാളൊരു 10 സ്ഥലത്ത് സ്ഥാപിച്ചാണ്ടല്ലോ ഇഷ്ടം പോലെ കറണ്ട് കിട്ടും. സമ്മതിക്കത്തില്ല. പോട്ടെ, അയാൾ ഉണ്ടാക്കുന്ന 2 രൂപ 20 പൈസ കൊടുക്കുന്നത് 2.5 രൂപ ആക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല. അത് കൊടുക്കൂല. 8 കൊല്ലമായിട്ട് സമ്മതിക്കുന്നില്ല. ഞാനും പോയി ഇലക്ട്രിസിറ്റി മിനിസ്റ്ററോട് സംസാരിച്ചു. 30 പൈസ കൊടുക്കുക. അയാൾ ഇത്രയും പോയി കാണണമല്ലോ തേക്കടിയിലെ ഇത് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടെങ്കിൽ. അതെ.